അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. എനിക്ക് കേട്ടിട്ട് തീരെ സഹിക്കാൻ പറ്റാത്ത ഒരു മരണവാർത്തയാണിത്. ഈ ഒരു അമ്മയുടെയും മകളുടെയും മരണം സ്വയം ജീവനൊടുക്കിയതാണ്. അത് എന്തിനാണെന്ന് അറിഞ്ഞാലാണ് നമ്മുടെയൊക്കെ ഹൃദയം ഒന്ന് പിടഞ്ഞു പോവുക. ഈ ഒരു അമ്മയുടെയും മകളുടെയും അതിദാരുണമായ മരണത്തിൻ്റെ ഞെട്ടലിലാണ് മലപ്പുറം എടപ്പാൾ മാണൂർ ഗ്രാമം. ഈ അമ്മ പറയുന്നതാണ്, മോനെ നീ ഭക്ഷണം കഴിച്ചിട്ട് വരണേ. ആ ഒരു അറം പറ്റിയ വാക്കിന് പിന്നാലെ വന്ന ആ ഒരു ദുരന്തം. ശരിക്കും ഈ വാർത്ത കേട്ടപ്പോൾ ഒരുപാട് സങ്കടമായി പോയി. എത്ര ആളുകളാണ് ഇതുപോലെ മരണപ്പെട്ടു പോകുന്നത്. ജീവിതം വഴിമുട്ടിയാണ് ചിലർ ഇതുപോലുള്ള അവസ്ഥയിലേക്ക് എത്തിപ്പോകുന്നത്. പണം തന്നെയാണ് മുഖ്യം. ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ പലതും തോന്നിപ്പോവുകയാണ്. ഈ അമ്മയുടെ മകള് ഓട്ടിസം ബാധിച്ച മകളാണ് കേട്ടോ. അതാണ് ഏറെ സങ്കടമായത്. മോനോട് പറഞ്ഞതാ, മരിക്കുന്ന അന്ന് മകനോട് എന്തെന്നില്ലാത്ത സ്നേഹമായിരുന്നു. ഇവരുടെ ഭർത്താവ് ഗോപാലകൃഷ്ണൻ മരിച്ചിട്ട് 1 വർഷമായി. ഓട്ടിസം ബാധിച്ച ഒരു മകളുമുണ്ട്. ഭർത്താവ് മരിച്ചതോടുകൂടി ഈ അമ്മ മാനസികമായി തളർന്നിരുന്നു. ആരുമായും അധികം അങ്ങനെ അടുപ്പം കാണിക്കാറുമില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഈ ഒരു അമ്മ. എടപ്പാൾ ആശുപത്രിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന മകൻ വൈകുന്നേരം ജോലിക്ക് പോയിരുന്നു. പോകുമ്പോൾ മകനോട് പതിവില്ലാത്ത സ്നേഹം കാണിച്ചു അത്രേ. പിന്നീട് രാത്രി വിളിച്ചു പറഞ്ഞത്രേ, രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്ന്. ആ ഒരു രാവിലെയായിരുന്നു നാട്ടുകാരെയും ബന്ധുക്കളെയും ഞെട്ടിച്ച ആ ഒരു വാർത്ത തേടിയെത്തിയത്. ഇന്നലെ രാവിലെ 7-ന് പറക്കുന്നിലെ അനിതകുമാരിയെ വീടിന് മുൻവശത്തെ മരത്തിൽ ജീവനൊടുക്കിയ നിലയിൽ നാട്ടുകാർ കാണുന്നത്. ഓട്ടിസം ബാധിച്ച തൻ്റെ മകളെ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ആ അമ്മ മരത്തിൽ ജീവനൊടുക്കുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും? പടച്ച റബ്ബേ, ഇതുപോലെ ബുദ്ധിമുട്ടുന്ന എത്ര പേരുണ്ടാകും റബ്ബേ. പടച്ച റബ്ബേ, എല്ലാവരെയും തൊട്ട് നീ കാക്കണേ റബ്ബേ. വല്ലാത്ത മനസ്സ് നീറുന്ന ഒരു വാർത്തയായിപ്പോയി ഇത്. ഒരു മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ഭയാനകമായ അവസ്ഥയുടെ പരിണിത ഫലമാണ് ഈ ഒരു മരണം. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, കടുത്ത പാപവുമാണ്. ഒരു നിമിഷത്തിൽ തോന്നിപ്പോകുന്നതാണ് ഓരോരുത്തർക്കും ഈ ഒരു തെറ്റ്. ഏതായാലും മരിക്കാൻ തീരുമാനിച്ചു, അത് ജീവിച്ചു കൊണ്ട് തന്നെ ആയിക്കൂടെ. നമുക്കൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ ഇതുപോലുള്ള അവസ്ഥയിൽ എത്തിപ്പെടുന്നവർ ആ ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം അങ്ങ് നിലച്ചു പോവുകയാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട സമാധാനം നമ്മൾ കൊടുക്കണം. ചിലരുടെ മരണത്തിന് കാരണക്കാരാവുന്നത് നമ്മൾ തന്നെയാണ്. ഒരു കാരണവുമില്ലാതെ ആരും ഇതുവരെ മരണപ്പെട്ടിട്ടില്ല. പടച്ച റബ്ബ് ഒരു കാരണവുമില്ലാതെ ഒരാളെയും മരണപ്പെടുത്തിയിട്ടുമില്ല. ഓട്ടിസം ബാധിച്ച ആ കുട്ടിയെയും കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടാവില്ല. അപ്പോൾ അതുപോലുള്ള അവസ്ഥയാണ് നമ്മളൊക്കെ നോക്കിക്കാണേണ്ടതും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതും. പടച്ച റബ്ബ് നമുക്കൊക്കെ അതിന് മനസ്സും സാമ്പത്തികവും നൽകുമാറാകട്ടെ. ആമീൻ. മിക്ക ആത്മഹത്യയുടെ അവസ്ഥയും ഇങ്ങനെ തന്നെയാണ്. ഓട്ടിസം ബാധിച്ച മക്കളുള്ള അമ്മമാരുടെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. ആ ഒരു വേദന മറ്റാർക്കും അറിയില്ല, മറ്റാർക്കും പറഞ്ഞാലും മനസ്സിലാവില്ല. ആ ഒരു മാതാവിനെ അത് മനസ്സിലാവും. ജീവിതത്തേക്കാൾ മരണത്തിൽ ആശ്വാസം കണ്ടെത്തുക, അതാണ് ഇവിടെ സംഭവിച്ചത്. ആ അമ്മ എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചതായിരുന്നു. അതാണ് ആ മകനോട് പറഞ്ഞത്, രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് വന്നാൽ മതിയെന്ന്. ആ ഒരു സമയത്തും മക്കളോടുള്ള ആ ഒരു സ്നേഹം ആ അമ്മ അവിടെ കാണിച്ചു. എന്താ ചെയ്യുക? പടച്ച റബ്ബ് എല്ലാവരും കാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.